ഈ ഒരു ആർ സി ടോയ് എന്നുള്ള നിലക്കല്ല, നോർമൽ ഹോബി ഗ്രേഡ് ആർ സി എന്നുള്ള നിലക്കാണ് ഒരുപാട് സെയിൽ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ആർ സിക്ക് മെയിനായിട്ട് വരുന്ന രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് രണ്ട് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ മോട്ടോർ കംപ്ലൈന്റ്, രണ്ടാമത്തത് ഇതിന്റെ ഡ്രൈവ് ഷാഫ്റ്റ് റണ്ണിങ്ങിൽ ഊരിപ്പോരുക. ഇതാണ് രണ്ട് കംപ്ലൈന്റ് ഈ ഒരു ആർ സിക്ക് മെയിനായിട്ട് വരുന്നത്. ഈ ഒരു ലോക്ക് സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഒരു ഷാഫ്റ്റ് ഊരിപ്പോരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു നോർമലി ആർ സി നമ്മൾ ഹെവി ലോഡ് വലിപ്പിക്കാൻ നോക്കുമ്പോൾ വീല് സ്റ്റക്ക് ആവും. ഒന്നാമതേ ഇതിന് ഡിഫറൻഷ്യൽ ഇല്ലാത്ത മോഡലാണ് ഈ ഒരു ആർ സി ഇറങ്ങുന്നത്. അങ്ങനെ വീല് സ്റ്റക്ക് ആയി കഴിയുമ്പോൾ ഇതിന് ഓവർ ലോഡ് വരും. അപ്പൊ തിരിഞ്ഞ് ഈ സാധനം ഊരിപ്പോകുന്നതാണ്ട. അത് പ്ലാസ്റ്റിക് അകന്നു കൊടുക്കും. ഇത് നോർമൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഈ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരുപാട് അകന്നിരിക്കണുണ്ട് ഈ ഒരു സംഭവം. അങ്ങാടും ഇങ്ങാടും മലന്നിരിക്കണതാണ് ഇത്. അപ്പൊ ഇത് നമുക്കൊന്ന് അടുപ്പിച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. നമ്മളിപ്പോ ഇത് ജസ്റ്റ് ഒരു വൈൻഡിങ് വേറിട്ട് കെട്ടി അത്യാവശ്യത്തിന് അടുപ്പിച്ച് ഇങ്ങനെ നിർത്തിക്കണേണ്ട. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ചൂട് കൊടുക്കണതാണ് ഈ ഒരു സാധനത്തിന്. കുറച്ചു നേരം ഹീറ്റ് ചെയ്തിട്ട് അത് ഇപ്പൊ തന്നെ അഴിക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് വേണം അഴിച്ചു മാറ്റാനായിട്ട്. ഈ ഒരു ഷാഫ്റ്റ് ഇപ്പൊ നോക്കിയാൽ മുമ്പത്തേനേക്കാളും അകൽച്ച മാറി സംഭവം നല്ല അടിപൊളിയായിട്ട് നിൽക്കണണ്ട. ഇനി നമുക്ക് ആ ലോക്കലായിട്ട് ഇടാം. ഇതിന്റെ ഈ ഒരു ബാക്കിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കിന് നല്ല കട്ടിയുണ്ട്, പക്ഷെ ഈ ഒരു ഷാഫ്റ്റിന്റെ പ്ലാസ്റ്റിക്കിന് ഈ ലോക്ക് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ കട്ടി കുറവാണ്. അതുകൊണ്ടാണ് തിരിയുമ്പോ ഇതേന്ന് ഊരാണ്ട് ഈ ഒരു ഡ്രൈവ് ഷാഫ്റ്റിൽ നിന്ന് ഇത് ഊരിപ്പോരുന്നത്. ഇപ്പൊ നമ്മളത് ഹീറ്റ് ചെയ്ത് സംഭവം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാ. ഇതേപോലത്തെ ഒരുപാട് വണ്ടികൾ നമ്മുടെ സർവീസ് സെന്ററിൽ സർവീസിന് കയറുന്നുണ്ട്. ഈ രണ്ട് മെയിൻ കംപ്ലൈന്റിലാണ് കൂടുതലും വരാറുള്ളത്. ഒന്ന് ഡ്രൈവ് ഷാഫ്റ്റ്, രണ്ടാമത്തത് മോട്ടോർ കംപ്ലൈന്റ്. ഇതിന്റെ പല കളർ വേരിയന്റും വണ്ടികൾ മാർക്കറ്റുകളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.